ഹായ് എവരി വൺ. അപ്പോൾ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ AI-171 അതിൻ്റെ ക്രാഷ്, അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. AAIB ആണ് പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഇതിൽ കുറേയധികം ദുരൂഹത നിറഞ്ഞ കാര്യങ്ങൾ ഈ പ്രിലിമിനറി റിപ്പോർട്ടിനകത്ത് തന്നെ ഉണ്ട്. സോ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് ഈ റിപ്പോർട്ടിൽ മെയിനായിട്ട് ദുരൂഹത നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചസ്. അത് റണ്ണിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ആര് മാറ്റി എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ CVR, ഈ CVRനകത്തുനിന്ന് ഇവർക്ക് ഇതെല്ലാം ഇൻസിഡൻറ്റ് നടന്നതൊരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർക്ക് റെക്കോർഡ് കിട്ടുകയാണ് CVRനകത്തുനിന്ന്. അതിൽ രണ്ട് പൈലറ്റ്സ് തമ്മിലുള്ള സംസാരമാണ്. ആരോട് ചോദിച്ചു എന്നില്ല. ബട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇതെങ്ങനെ കട്ട് ഓഫ് മോഡിലെത്തി, ആരാണിത് കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റിയത് എന്നുള്ളൊരു ചോദ്യം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു. ആൻഡ് അടുത്ത പൈലറ്റ് റിപ്ലൈ കൊടുക്കുന്നു, ആ വ്യക്തിയല്ല എന്നുള്ളത്. സോ കംപ്ലീറ്റ് ദുരൂഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ദുരൂഹത. കോക്പിറ്റിന്റെ സെന്റർ കൺസോളിലാണ് ഫ്യൂവൽ കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ചുകളുള്ളത്. ബട്ടൺ ടൈപ്പ് സ്വിച്ചുകളാണ് ബോയിങ് ഡ്രീം ലൈനറിലുള്ളത്. സ്വിച്ചിന്റെ അടിയിലുള്ള ലോക്കിംഗ് സംവിധാനം താഴ്ത്തിയാൽ മാത്രമേ സ്വിച്ച് താഴ്ത്താനാകൂ. തനിയെ ഈ സംവിധാനം പ്രവർത്തിക്കില്ല. പൈലറ്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാനാകില്ല. സാധാരണഗതിയിൽ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പൈലറ്റ് ഓഫ് ചെയ്യാറുള്ളൂ. വിമാനം പുറപ്പെടുന്നതിന് മുമ്പായി ഫ്യൂവൽ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്കാക്കും. ഫ്യൂവൽ സ്വിച്ച് ഓണാക്കാതെ ഒരിക്കലും വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല. വിമാനം പറക്കുന്ന നേരത്ത് ഈ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. എന്നിരുന്നാലും വിമാനത്തിന്റെ എഞ്ചിൻ കേടാകുകയോ എഞ്ചിനിൽ തീപടരുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആകാശത്ത് വെച്ചും ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ അത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. വിമാനം ഉച്ചയ്ക്ക് 1:38 കഴിഞ്ഞ് 42 സെക്കൻഡിൽ പരമാവധി വേഗമായ 180 നോട്ട്സ് ഇൻഡിക്കേറ്റഡ് എയർ സ്പീഡിലെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് എഞ്ചിൻ 1ഉം എഞ്ചിൻ 2ഉം ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോഴാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുകയും ചെയ്യുന്നു. 1:38 കഴിഞ്ഞ് 52 സെക്കൻഡിൽ എഞ്ചിൻ 1ന്റെ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫിൽ നിന്നും റണ്ണിലേക്ക് മാറ്റിയതായി കാണുന്നു. അതിനുശേഷം 4 സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള കട്ട് ഓഫ് സ്വിച്ചും റൺ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9 സെക്കൻഡുകൾക്ക് ശേഷം 1:39 കഴിഞ്ഞ് 5 സെക്കൻഡ് പിന്നിട്ടപ്പോഴാണ് പൈലറ്റുമാരിൽ ഒരാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം അയക്കുന്നത്. പിന്നീട് കാണുന്നത് വിമാനം തകർന്നു വീഴുന്നതാണ്. പൈലറ്റുമാരിൽ ഒരാൾ ബോധപൂർവം കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവോ അതോ അബദ്ധം സംഭവിച്ചതാണോ? തുടരന്വേഷണങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിലും കുറച്ച് നിങ്ങൾക്കൊരു ക്രീം ലെയറിൽ ന്യൂസ് എന്നുള്ള രീതിക്ക് ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന 2 പേരാണ് ഓക്കെ ഇതിൻ്റെ പൈലറ്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഈ ഫോട്ടോ വയ്ക്കാം. ഇതാണ് ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച്. അപ്പോൾ ബോയിങ്ങിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചാണ്. ഒരു മെറ്റൽ പോലത്തെ ഒരു സംഗതിയാണ്. ഇതൊരിക്കലും ഒരു കൈ തട്ടിയ അബദ്ധത്തിലൊന്നും എന്താവില്ല, ഒരിക്കലും താന്ന് ഇത് റണ്ണിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് വരുന്നില്ല. ഇറ്റ് ടേക്സ് എഫേർട്ട്, ഒരു ഹ്യൂമൻ എഫേർട്ട് എടുക്കും. ഇതിനെ പൊക്കിയിട്ട് വേണം ഇടാൻ എന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. സോ നേരത്തെ നിങ്ങൾ വാർത്തയെ കേട്ട പോലെയും ഇനി റിപ്പോർട്ടിലുള്ള പോലെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലേതോ ഒരാൾ ഓക്കെ, ആരാണ് മെയിൻ പൊസിഷൻ ഹാൻഡിൽ ചെയ്തത് ഡിപ്പാർച്ചറിൻ്റെ സമയത്തെന്ന് അറിയില്ല. ഓക്കെ, ഹു വാസ് ദ ക്യാപ്റ്റൻ, ഹു വാസ് ഹോൾഡിങ് ദ അതർ പൊസിഷൻ എന്നുള്ളത് ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വിവരങ്ങൾ പുറത്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ആരോടാണ് ചോദിച്ചത്, ഇത് കട്ട് ഓഫ് ചെയ്തത് എന്തിനാന്നുള്ള ചോദ്യങ്ങളൊക്കെ ആരോട് ചോദിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 പൈലറ്റ്സാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾ ഓക്കെ ഒരു സബഡാച്ച്, ഒരു എന്താ പറയുക, ഗൂഢാലോചന, ഒരു അട്ടിമറി അതിനു വേണ്ടി കൂട്ടുനിന്നോ എന്നുള്ളൊരു ചോദ്യം ഓബിയസ്ലി വരും. ഇനി എന്താണെങ്കിലും ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, ഇവരുടെ പാസ്റ്റ് ഇയേഴ്സിൽ ഇവരുടെ കോണ്ടാക്ട്സ് ആരൊക്കെ, അതൊക്കെ സ്റ്റഡി ചെയ്യണം. കാരണം രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഇഷ്യൂ ആണ്, മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സീനാണ്. കാരണം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ഒരിക്കലും.
ഫൈൻ. സോ ഓബിയസ്ലി ഈ റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് AIBയുടെ പ്രിലിമിനറി റിപ്പോർട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ ബോയിങ്ങിന് വേറെ ടെക്നിക്കൽ ഇഷ്യൂസൊന്നും തകരാറും കാര്യങ്ങളൊന്നും കാര്യപ്പെട്ടില്ല. ഇതിൻ്റെ മെയിൻ കൺസേൺ ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഈ ഒരു സ്വിച്ച് കട്ട് ഓഫ് മോഡിൽ വന്ന് പിന്നെ അത് തിരിച്ച് റൺ മോഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റ് ആയി എന്നുള്ളത് തന്നെയാണ് ഇതിലെ നിഗൂഢത കിടക്കുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊക്കെ സംഭവിക്കാം? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇതൊരു ഫ്ലൈറ്റിലെ ഒരു പൈലറ്റിന് ഓബിയസ്ലി ചൈനയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി തോന്നുന്നു. ഒരു പൈലറ്റിന് അയാൾക്ക് സൂയിസൈഡ് ആണെന്ന് തോന്നി. അയാളൊരു അയാളുടെ എയർക്രാഫ്റ്റ് കൊണ്ടുപോയി താഴ്ത്തിട്ട് 170 ആളുകൾ 2022. പിന്നെ ചൈന ആ റിപ്പോർട്ടൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നമ്മളെ രാജ്യത്തിനെതിരെ ആരെങ്കിലും അട്ടിമറിയുടെ ഭാഗമായിട്ട് ഒരു സാബഡാജ് ഉണ്ടായിട്ടുണ്ടോ? നമ്പർ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് പൈലറ്റാണിത് എക്സിക്യൂട്ട് ചെയ്തത്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി ഇവരല്ല, പൈലറ്റ്സ് അല്ല, ഇത് വേറെ ഏത് രീതിയിൽ നടക്കാം? ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രീം ലൈനർ എന്താണെങ്കിലും അതിൻ്റെ കുറേ ഒരു റീഫർബിഷ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ഇതിന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ആ സമയങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജെന്യുവിൻ പാർട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഫേക്ക് പാർട്ട് വെച്ചിട്ട് വിടാം. ഇതേപോലെ എന്തെങ്കിലും ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ വല്ല പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും അടക്കം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഗ്രൗണ്ട് ലെവലിൽ ആരെങ്കിലും ഇതേപോലെ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചതാണെങ്കിലും ചിലപ്പോൾ ഈ 2 പൈലറ്റ്സ് പറയുന്നുണ്ട് അവരുടെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഇവരിത് സംഗതി പ്രോഗ്രാം ചെയ്ത് വെച്ചു. ആ ടൈമിൽ ഈ സംഗതി ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി. അങ്ങനെയും സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ചും ആളുകൾ വിദഗ്ധർ പറയുന്നുണ്ട്. സോ നമുക്ക് ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് അടക്കമുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു വ്യക്തിയുടെ ചാനൽ, ഞാൻ ഇയാളുടെ ചാനലാണ് അധികവും കാണാറ്. ഈ മനുഷ്യൻ അത്യാവശ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇയാളുടെ വീഡിയോസാണ് അധികം റെഫർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ കുറേ സ്റ്റേജുകൾ നമുക്ക് നോക്കണം. ഓക്കെ, കാരണം റാം എയർ ടർബൈൻ റാറ്റ് പുറത്ത് വരാനുള്ള റീസൺ ഈ പറഞ്ഞ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ആയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഈ പ്രിലിമിനറി റിപ്പോർട്ട് വന്നപ്പോൾ ആ ഒരു കാര്യം അറ്റാച്ച് ചെയ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ മുമ്പ് ഇതിന് വിങ്സിനോ ബാക്കി എന്തെങ്കിലും ഷാഫ്റ്റിനോ കാര്യത്തിന് എന്തിനെങ്കിലും ഒക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉണ്ടോ നോക്കാം. ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാം ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ടൈം മുതൽ ഒരു ഇത്ര സെക്കൻഡ്സ് വരെ എല്ലാ കാര്യങ്ങളും പക്കയായിരുന്നു എന്നാണ് ഇവിടെ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. First, let's start with the location of the critical cockpit components as they were found at the wreckage site. First, we can see that the APU inlet door was open. In other words, the APU had initiated its start sequence. Second, we see the flap handle lever in the flaps 5 position, and that's corroborated by the wing flaps and the damaged wings being found in the flaps 5 position. This is looking aft, so there's the first notch the second notch for the flaps 5 condition of the flap lever handle. The gear lever is found in the down condition. They never did get the gear retraction sequence started. The fuel control switches are found in the up or run condition. The thrust levers are found in the idle condition. However, the data indicated that the thrust levers were forward of the entire time until the data ended. So in other words, these thrust levers were brought back to idle by impact. ഓക്കെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ബോയിങ് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് ത്രസ്റ്റ് ലിവർ ഓൺ പൊസിഷനാണ്, ഗിയർ ലിവർ ഓൺ പൊസിഷനാണ്. ഇതിനകത്ത് ഈവൻ വിങ്സിൻ്റെ ഫ്ലാപ്പിൻ്റെ ലിവർ ആണെങ്കിൽ പോലും അതിൻ്റെ എന്താണോ ഇവിടുന്ന് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ആവശ്യമുള്ള പൊസിഷൻ അതിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയത്ത് എന്തില്ല, ഒരു തരത്തിലുള്ള ദുരൂഹമായ സാഹചര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനില്ല, നോക്കാനും കാണാനും ഇല്ല. ഓക്കെ, ടേക്ക് ഓഫ് കഴിഞ്ഞൊരു പെർട്ടിക്കുലർ ടൈമിൽ ഈ ഡ്രീം ലൈനറിൻ്റെ ഫ്യൂവൽ
കട്ട് ഓഫ് സ്വിച്ചുകൾ താഴുന്നു. അത് 1 by 1, ഒന്ന് താന്ന് 1 സെക്കൻഡ് ഇടവിട്ട് അടുത്തത് താഴുന്നു. താത്തിയോ താന്നോ എന്നുള്ളത് ക്ലിയർ അല്ല, ബട്ട് അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് 2 പൈലറ്റുകളും തമ്മിൽ ആരാണിത് താത്തിയതെന്നുള്ള സംസാരം വരുന്നു. 4 seconds after the aircraft rotated, the weight on wheels switches transitioned the aircraft from ground mode to air mode. The aircraft achieved a maximum speed of 180 knots at 080842. Just 3 seconds after the weight on wheels switches transitioned from ground mode to air mode. So far everything operating normally. Immediately thereafter, engine number 1 and engine number 2 fuel cutoff switches transitioned from run to cutoff, one after the other, with a time gap of just 1 second. And the engine N1 and N2 began to decrease from their takeoff values as the fuel supply to the engines were cut off. In the cockpit voice recording, one of the pilots is heard asking the other, "Why did he cut off?" The other pilot responded that he did not do so. All right, let's take a break from the timeline here and discuss more clearly exactly how this procedure is done in the cockpit. ഓക്കെ, അപ്പോൾ ഇതിൽ കോക്പിറ്റിനകത്ത് 2 പൈലറ്റ്സ് അല്ലാതെ വേറെ ആരും മൂന്നാമതൊരാളുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്കിത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള വോയിസ് റെക്കോർഡിനകത്ത് ആകെ ഉള്ളത് ഓക്കെ ഈ പറഞ്ഞ ഒരൊറ്റ ചോദ്യമാണ്, എന്തിനാണ് ഇത് കട്ട് ഓഫ് ചെയ്തത്. അതായത് എൻജിൻ 1ലേക്ക് പോകുന്ന ഈ ഒരു സ്വിച്ച് കട്ട് ഓഫ് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രൂഫാണ് ഈ ചോദ്യം പോകുന്നത്. ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു എന്തിനാണ് കട്ട് ഓഫ് ചെയ്തത്. അപ്പോൾ ആ പൈലറ്റിൻ്റെ റിപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ടില്ല. അതൊരു ദുരൂഹമായ സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിലും KSRTCയിലും അടക്കം ക്യാബിൻ്റെ അകത്തേക്ക് CCTV ക്യാമറ ഉണ്ട്. നമ്മുടെ ഇത്രയും വലിയൊരു ഡ്രീം ലൈനർ പ്രൊജക്റ്റ് ഇവന്മാരുണ്ടാക്കിയിട്ട് ഈ കമ്പനി ഒന്നും ഇതിനകത്ത് ഒരു CCTV പോലും വെച്ചില്ലേട്. എന്നാൽ പിന്നെ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിരുന്നല്ലോ, അതിൻ്റെ ഡാറ്റാസെങ്കിലും കിട്ടുമായിരുന്നു. അതില്ല. ഇതപ്പോൾ ഒരു വോയിസ് റെക്കോർഡറാണ് അതിനകത്തുള്ളത്. അതിൽ നിന്നുള്ള പ്രൂഫുകൾ വെച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്തത്, ഡീകോഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ സ്വിച്ചുകൾ ഒരിക്കലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇതിങ്ങനെ പൊക്കിയിടേണ്ട സ്വിച്ചുകളാണ്. ഇതൊരിക്കലും ചുമ്മാ അപ്പോൾ കൈ തട്ടിയിട്ട് വരുന്നില്ല. ഈ കൈ തട്ടി വരുന്ന സിനാരിയോ എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനിവിടെ സൈഡിൽ ഈ വ്യക്തിനെ പറയുന്നത് വെക്കാം. The first officer is the pilot flying, and the captain is the pilot monitoring. With the first officer flying, she initiates the throttles up to the takeoff position and then transitions the throttles or thrust levers, whatever your particular language is to this day, over to the captain, because it is the captain's decision to make the reject call in the event that they need to reject the takeoff. It's the captain's call, the decision to make the reject. So the throttles are handed over to the captain, thrust levers, and the FO typically grabs the yoke with both hands and initiates the takeoff. Crew members call out the speeds. And it takes a good long time to get up to rotate speed. Okay, she's going to rotate. She's going to use both hands to rotate. The captain, in this case, takes her hands off of the throttle. Normally, at that point, if I'm flying in the right seat, I'm going to transition my left hand over to the thrust levers and take command of those thrust levers. ഓക്കെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലോ, മനസ്സിലായി കാണും, ഞാനിനി പറയുന്നില്ല. അതായത് ത്രസ്റ്റ് ലിവറിൻ്റെ മുകളിൽ നിന്ന് ക്യാപ്റ്റൻ കൈ എടുക്കുന്ന സമയം, ഓക്കെ, ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ ത്രസ്റ്റ് ലിവറിൻ്റെ മുകളിൽ നിന്ന് ഈ കൈ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചിൻ്റെ മുകളിൽ തട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് തട്ടിക്കഴിഞ്ഞാൽ അത്ര ഒരു തട്ടൽ കൊണ്ട് മാത്രം, അതായത് നമ്മളിപ്പോൾ ചുമ്മാ പോയിട്ട് എവിടെയെങ്കിലും ചാരി നിന്ന് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആവുമോ ഓഫ് ആവുമോ ചെയ്യില്ലോ വീട്ടിൽ, അതേപോലത്തെ ഒരു സ്വിച്ച് അല്ലല്ലോ ഇത്.
അപ്പോൾ അങ്ങനെ ഒരു തട്ടൽ കൊണ്ട് മാത്രം അത് മാത്രമല്ല, ഇതിന് ഗാർഡും ഉണ്ട് സൈഡിൽ. ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചിന് 2 ഗാർഡുകളും കയ്യിലുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു കൈ കൊണ്ട് തട്ടലിനോ അല്ലെങ്കിൽ ഇല്ല, വഴിയില്ല. കാരണം ഇതിങ്ങനെ പൊക്കി തന്നെ ഇടേണ്ട സാധനമാണ്. അപ്പം ഇത് ഈ പൈലറ്റ് കരുതി കൂട്ടി ചെയ്തതാണോ? ചെയ്തതാണെങ്കിൽ ഈ 2 പേരിൽ ആര്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി ഇവരല്ല, ഓട്ടോമാറ്റിക്കലി ഇത് വീണിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാം ചെയ്ത് വെക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പല ആളുകളും കോൺസ്പിറസീസ് പറയുമ്പോൾ ഞാനിത് പറഞ്ഞു കേട്ടു, ഇതിൻ്റെ മെയിൻ്റനൻസ് ടൈമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എടുക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അട്ടിമറി പ്ലാൻ ചെയ്യാം, സ്വിച്ചുകൾ റീപ്ലേസ് ചെയ്യാം. ഇത് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇത് ഈ രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ചിലപ്പോൾ താഴെ ചാടും 1 by 1 ആയിട്ട്. ഇപ്പോൾ ദുരൂഹത കൂട്ടാം. ഓക്കെ, ഇപ്പോൾ എൻജിൻ 1ലേക്ക് പോകുന്ന ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ആവുന്നു, വിത്തിൻ 1 second അടുത്ത് ഓഫ് ആവുന്നു. പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കൈ കൊണ്ട് തട്ടുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒറ്റയടിക്ക് 1 by 1 ആയിട്ട്, അത് ഒന്ന് കഴിഞ്ഞ് 1 second കഴിഞ്ഞിട്ട് അടുത്തത് നാവില്ല, ഒറ്റയടിക്കാൻ പോകും. അല്ലെങ്കിൽ പിന്നെ വാണ്ടഡ്ലി അറിഞ്ഞുകൊണ്ട് ആ പൈലറ്റിൽ ഒരാളത് പൊക്കി താത്തിയിടണം. ഓക്കെ, പിന്നെ അത് പിന്നെയും പൊസിഷനിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് എന്തായി, എനിക്ക് തോന്നുന്നു ഒരു വട്ടം ഫ്യൂവൽ കട്ട് ഓഫ് ആയി, പിന്നെ തിരിച്ചത് റണ്ണിലേക്ക് പോയി കഴിഞ്ഞ് 10 to 13 seconds എടുക്കും രണ്ടാമത് എന്താ ഫ്യൂവൽ എഞ്ചിനിലേക്ക് പോകാൻ. പക്ഷെ ആ സമയം ഇവിടെ കിട്ടിയില്ല, ഇവിടെ പൊങ്ങി വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഇത് താഴെ പോയി. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ദുരൂഹതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ പരിപാടികളാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് ഒരു കാര്യം കൂടി ഉണ്ട്. Now, in this Air India accident report, it brings up this old airworthiness directive about the fuel control switches locking mechanism not quite working correctly. And they reference the 737 aircraft as the fuel cutoff switches are basically the same design. And as per information from Air India, the suggested inspections to make sure that these locking switches work correctly and you cannot easily bump them into the cutoff position, the suggested inspections were not carried out as the SAIB was advisory and not mandatory. This information airworthiness bulletin. After the fuel was cut off, the RAT or ram air turbine was deployed as designed. At 180 knots, the aircraft had enough smash to begin a climb, but the aircraft started to lose altitude before crossing the airport perimeter wall. And there's a picture showing the RAT or ram air turbine deployed. As the N2 values dropped below minimum idle speed, the RAT began supplying hydraulic power at 080847. At 080852, the flight data recorder records the number 1 engine fuel cutoff switch transitioning from cutoff back to run. So 10 seconds after the switches were knocked to the cutoff position, they were put back to the run position. The APU inlet door began opening at 080854, consistent with the APU start logic. Thereafter, at 080856, the number 2 fuel cutoff switch also transitions from cutoff to run. So somebody's making an attempt to get the engines going again. When the fuel control switches are moved from cutoff to run while the aircraft's in flight, each aircraft's FADEC automatically tries to restart the engines. The problem is there's simply not enough time to get the engines relit and spooled back up before impact. ഈ റിപ്പോർട്ടിനകത്ത് തന്നെ 2019-2023 ഈ ഒരു മെയിൻ്റനൻസ് റെക്കോർഡ്സിനകത്ത്, ഈ ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് റെക്കോർഡിനകത്ത് ഇതിന് എന്ത് നടന്നിട്ടുണ്ട്, ഇതിൻ്റെ ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. 2023 ശേഷം എവിടെയും ഇതിൻ്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന് ഒരു പ്രോബ്ലം ഉള്ളതായിട്ടും ഒരു ഫ്ലൈയിങ്ങിലും ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു മേജർ മെയിൻ്റനൻസ് ആയിരിക്കണം 19-23 കഴിഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം റീസെൻ്റ്ലി ഇതിന് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഇത് റീപ്ലേസ് ചെയ്തു? നമ്പർ 1 ക്വസ്റ്റ്യൻ. പിന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദിസ് റിപ്പോർട്ട് ഇവർ പറയുന്ന 1 സെക്കൻഡ് വിട്ട് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ പൊക്കി താത്തി റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് ആക്കിയ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ, ആ ഒരു പ്രോസസ്സ് അതൊരു ഹ്യൂമൻ തന്നെയാണ്, ആ 2 പൈലറ്റിൽ ഒരാൾ. ഇനി എവിടെയെങ്കിലും നമ്മളൊരു വ്യൂവേർഡ് ഇമാജിനേഷനിൽ നമുക്ക് ചിലപ്പോൾ കോക്ക്പിറ്റിലേക്ക് 3ാമതൊരാൾ ഉണ്ടോ, കയറിയോ, അയാൾ ചെയ്തോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡിനകത്ത് ഇതിൽ 3ാമത്തെ ഒരാളുണ്ടെന്നൊക്കെ പറയേണ്ടതാണ്. അറിയില്ല. എന്താണെങ്കിലും നമുക്ക് ഈ കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമ്മളുടെ ഒരു ദുരൂഹത നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം, 2 പൈലറ്റുകളിൽ ഏതോ ഒരാൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തന്നെ ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചു, അതിനുള്ള ചാൻസും ഉണ്ട്.
അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം, ഇതിന് എക്സ്പേർട്സ് സംസാരിക്കണം. ബട്ട് സ്റ്റിൽ പോസിബിൾ ആണ്. പ്രോഗ്രാം ചെയ്തിട്ട് ഈ സ്വിച്ചുകൾ ഇതിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് താത്താൻ, അതായത് കട്ട് ഓഫ് മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് പക്ഷേ ഇത് കട്ട് ഓഫ് മോഡിൽ നിന്ന് പിന്നെ രണ്ടാമത് റൺ മോഡിലേക്ക് ഇട്ടത് വൺ ഓഫ് ദ പൈലറ്റാണ്. അയാളത് കണ്ടു, അയാളത് ഇട്ടു. ബിക്കോസ് എൻജിൻ ഫെയിലായി, ഇവർക്ക് ഇനീഷ്യൽ ത്രസ്റ്റിൽ നിന്ന് താഴെ പോരുന്നു, കാര്യങ്ങൾ റാം ടർബൈൻ വരുന്നു. സോ ഓബ്വിയസ്ലി അവരത് രണ്ടാമത് നോക്കി ഒന്നുകൂടി ട്രൈ ചെയ്തു. ആരാണ് ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് ആക്കിയത്? അത് ഈ പൈലറ്റുമാരിലേത്? ആര്? എന്തിന്? ഇനി അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് ഹിസ്റ്ററി, പാസ്റ്റ്, അവരുടെ കോണ്ടാക്ട്സ്, എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇപ്പം എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ്ലി ഒരു ദുരൂഹത ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈവൻ ആ രക്ഷപ്പെട്ട ആളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ കുറേ ദുരൂഹതകളുണ്ട്. ഓക്കെ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ദുരൂഹത, ഇതിലൊരു എന്താ പറയുക സാബോട്ടേജ്, ഒരു അട്ടിമറി ഉണ്ടെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ബോയിങ്ങിൻ്റെ ടീമും നമ്മുടെ ടീമും ഇന്ത്യ എന്നുള്ള ടീമും എല്ലാവരും കൂടിയാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബോയിങ് ആയതുകൊണ്ട് തന്നെ ഈ വിസിൽ ബ്ലോവേഴ്സിനെയൊക്കെ ഒരു തട്ടി സൈഡാക്കുന്നൊരു പരിപാടി വരെ കയ്യിലുള്ളതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഇന്ത്യൻ എയർ ഏവിയേഷൻ്റെ ഇന്ത്യൻ പൈലറ്റ്സിന് തലേക്ക് ഇടാൻ മാത്രം സാധ്യതയുള്ള പരിപാടികൾ ഇവർ ചെയ്യും, ചെയ്യാതിരിക്കൊന്നുമില്ല. ബട്ട് ഇത് ശരിക്കും ഈ റെക്കോർഡഡ് സൗണ്ട് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ ആയില്ലെങ്കിലും ദർ ഈസ് സംതിങ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ, എന്തോ ഒരു അട്ടിമറി സംഭവിച്ചു, സാബോട്ടേജ് ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് ആര് എക്സിക്യൂട്ട് ചെയ്തു, എന്തിന് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ എന്താണെങ്കിലും അത് പുറത്ത് വരുന്നതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ കാര്യം നമ്മൾ പേടിക്കണം, എത്ര ആളുടെ ജീവനാ പോയേ, ഒന്നും പറയാനില്ലടി. ആൻഡ് വേറൊരു കാര്യം കൂടി, പൈലറ്റ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് നിർബന്ധപ്പെടുമേയുള്ളൂ. ചൈനയിലുണ്ടായൊരു ഇൻസിഡൻറ്റ്, ഒരു പൈലറ്റിന് അത് തോന്നുകയാണ് ഞാൻ തീരാൻ പോവാണ്, എന്നാൽ എല്ലാവരും കൂടി ഒപ്പം തീർക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ. മെൻ്റൽ ഹെൽത്ത്, ഇവരുടെ മൊത്തം മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇവരുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും കൂടി കമ്പനികളുടെ ഉത്തരവാദിത്തോടെ അവർ ചെയ്യുന്നുണ്ടാവുണ്ടോ, ചെയ്യാതിരിക്കുന്നില്ല. ബിക്കോസ് അത് ക്ലിയർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റോട്ടിൽ കാറോ ബസ്സോ ഓടിക്കുന്നേക്കാൾ ഭയങ്കര സീനാണല്ലോ ഒരു എയറോപ്ലെയിൻ കൊണ്ടുപോകുന്നത്. സോ അത് നോക്കുന്നുണ്ടാവും, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ചില ആളുകൾക്കൊക്കെ ഞാനിങ്ങനെ കുറേ നമ്മുടെ റെഡിറ്റിലെ കുറേ ചർച്ചകളിൽ കണ്ടു, ചില ആളുകൾക്കൊക്കെ ചില സമയത്തൊരു മൈൻഡ് ഫ്രീസ് പരിപാടികളും അങ്ങനത്തെ ഒക്കെ പണികളൊക്കെ കിട്ടാറുണ്ട് ചില. കാരണം ഈ ഹെറ്റിക്കായിട്ടുള്ള ഒരു അവരുടെ ലൈഫ് സ്റ്റൈലിൽ അതൊക്കെ വരാറുണ്ട് എന്നുള്ളത് കണ്ടു. അങ്ങനെ എന്തെങ്കിലും ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഈ പൈലറ്റിൽ വൺ ഓഫ് ദ പൈലറ്റ് ഇനി ഇങ്ങനത്തെ ഒരു കാര്യം കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നും അറിയില്ല. ഒട്ടും നമുക്ക് മാറ്റിവെക്കാൻ പാടില്ലാത്തൊരു അട്ടിമറി എന്ന് പറഞ്ഞാൽ ശത്രുരാജ്യങ്ങൾ ആരെങ്കിലും വിലക്കെടുത്ത് ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചതാണോ എന്നും പറയാൻ പറ്റില്ല. ആകെ മൊത്തം ഇപ്പോൾ ഈ റിപ്പോർട്ട്, പ്രിലിമിനറി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ദുരൂഹതയായി. ഇതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.